സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാ മതി മാലതി. നിന്റെ 2 കുഞ്ഞുങ്ങളുടെയും പിറന്നാൾ ഫംഗ്ഷന് ഞാനും CKCയും ഒരുമിച്ചാ വന്നത്, അറിയാവോ? ഒരാളെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് 1000 കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അത് തന്നെയാ നീയും ഇപ്പൊ ചെയ്തത്. സാരയില്ല. ആന്റിക്ക് ഫോൺ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റൂ? ആ നിധി ദേ വീട്ടിന് പുറത്ത് വന്ന് നിൽക്കുന്നു. നീ എന്താ പറഞ്ഞത്? നിധി വന്നെന്നോ? എന്തിന്? അത് എനിക്ക് എങ്ങനെ അറിയാം? അവൾ അങ്കിളിനെ വെളിയിൽ വിളിച്ചു നിർത്തിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അങ്കിൾ അവളുടെ മുന്നിൽ ഭയന്ന് വിറച്ച നിൽക്കുന്നേ. ഭയന്ന് വിറച്ച് നിൽക്കുന്നെന്നോ? എന്തിന്? CKC എന്തിനാ അവളെ പേടിക്കുന്നേ? എന്തിന് ഏതിനെന്നൊക്കെ പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ കണ്ട കാര്യം ആന്റി അടുത്ത് വന്ന് പറഞ്ഞത്. അവൾ ഈ വീട്ടിലേക്ക് വന്ന് കയറിയെങ്കിലേ CKCക്ക് അവളെ ആട്ടി ഇറക്കാമായിരുന്നില്ലേ? എന്തിനാ അവളോടൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കുന്നേ? ആന്റി ഇതിൽ എന്തോ കുഴപ്പമുണ്ട്. ആന്റി ഒന്ന് ചെന്ന് നോക്കങ്ങോട്ട്. അവളുടെ അസുഖം ഞാൻ ഇന്ന് തന്നെ മാറ്റി കൊടുക്കാം. നീ വാ ശിവാനി. നീ പറഞ്ഞ പോലെ തന്നെ ഗൗതമനെ ഞാൻ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതോടുകൂടി നമ്മൾ നമ്മളുടെ ഡീല് കഴിഞ്ഞു. ഇനി നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും. വെറുതെ കോമഡി പറയല്ലേ എന്റെ CKC. ഡീല് കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ തമ്മിലുള്ള ഡീലിന്റെ ആദ്യപടി മാത്രമാണ് ഗൗതമിനെ ഈ ഫംഗ്ഷനിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. ഇനി നിനക്ക് എന്താ വേണ്ടത്? ഒട്ടും വൈകാതെ തന്നെ ഗൗതം ഇവിടെ എത്തും. നമ്മൾ ഒരുമിച്ച് പിറന്നാൾ ഫംഗ്ഷനിൽ കേക്ക് മുറിക്കാനായി പോകും. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി ആദ്യം ഒരു പിറന്നാൾ കുട്ടി ചെയ്യേണ്ടതെന്താ? അതുവരെ ചെയ്ത തെറ്റുകൾക്ക് ഒരു ക്ഷമാപണം നടത്തണം. പറഞ്ഞത് മനസ്സിലായില്ലേ? മുഴുവൻ അതിഥികളുടെ മുൻപിൽ വെച്ച് ഇന്ന് ഇവിടെ വെച്ച് ഗൗതമിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കണമെന്ന്. അന്ന് നിങ്ങളുടെ വെഡ്ഡിംഗ് ഡേ ഫംഗ്ഷനിൽ വെച്ച് നിങ്ങൾ ഗൗതമിനോട് പറഞ്ഞതൊന്ന് ഓർത്തു നോക്കിയേ. ഈശ്വരമംഗലത്തെ ഗോപിനാഥാണോ നിന്റെ തന്ത? അതോ ഗോപിനാഥന്റെ ഭാര്യ പാർവതിയാണോ നിന്റെ അമ്മ? നിന്റെ അമ്മ ആരാണെന്ന് നിനക്കറിയാമോ? നിന്റെ തന്ത ആരാണെന്ന് അറിയാവൂടാ നിനക്ക്? ഓർമ്മ വന്നോ CKCക്ക്? ഇതൊരു നല്ല അവസരം. അന്ന് ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്യാനുള്ള അവസരം. നിങ്ങൾ പറയണം, അന്ന് ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായി പോയെന്നും അതിന്റെ പേരിൽ ഗൗതമിനോട് മാപ്പ് ചോദിക്കുകയാണെന്നും. മാപ്പോ? ഞാനോ? അതൊന്നും നടക്കുന്ന പ്രശ്നമേ ഇല്ല. അവനോട് മാപ്പ് ചോദിക്കുന്നതിൽ നല്ലത് ഞാൻ പോയി മരിക്കുന്നോ? മരിക്കാനായി CKC ദൂരേക്കൊന്ന് പോണ്ട കേട്ടോ. മാപ്പ് ചോദിക്കാതിരുന്നാ മാത്രം മതി. ഞാൻ ഈ വീഡിയോ ജ്യോതിർമയെ കാണിച്ചു കൊടുത്തോളാം. നിർമ്മല ആന്റിയുമായിട്ടുള്ള ബന്ധവും അതിൽ പിറന്ന മകനെ കുറിച്ചും അറിയുന്നതോടെ ഈ പിറന്നാൾ ഫംഗ്ഷനിൽ ഇട്ട് തന്നെ ജ്യോതിർമയി നിങ്ങളെ വെട്ടിക്കൊന്നോളും. എങ്കിൽ പിന്നെ സമയം കളയണ്ട. ഇപ്പൊ തന്നെ പിറന്നാൾ ദിനവും മരണദിനവും ഒരേ ദിവസം ആക്കാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കിത്തരാം. അതൊരു വെറൈറ്റി ആയിരിക്കുകയും ചെയ്യും. അതിന്റെ പേരിൽ CKC എല്ലാവരും എന്ന് ഓർക്കുകയും ചെയ്യും. ജ്യോതി മാഡം. നിധി പ്ലീസ് നിക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. പറയേണ്ടത് എന്നോടല്ല, ഗൗതമിനോടാണ്. മനസ്സ് തുറന്ന് മാപ്പ് പറയണം. ഞാൻ നിന്റെ മുമ്പിൽ യാചിക്കാണ് നിധി. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. പ്ലീസ് നിധി, നീ ഇപ്പൊ ഇവിടുന്ന് പോണം പ്ലീസ്. ആര് വിളിച്ചിട്ടാടി നീ എന്റെ വീട്ടിലേക്ക് കയറി വന്നത്? നിനക്കെന്താടി ഇവിടെ കാര്യം? ഇറങ്ങി പോടി വെളിയില്. കൂൾ ഡൗൺ മാഡം, കൂൾ ഡൗൺ. കാര്യങ്ങൾ അറിയാതെ വെറുതെ കിടന്ന് ഷൗട്ട് ചെയ്യല്ലേ. ക്ഷണിക്കാത്തടത്ത് വലിഞ്ഞു കയറി വരുന്നവളല്ല ഈശ്വരമംഗലത്തെ ഗൗതമിന്റെ ഭാര്യ നിധി. മാഡത്തിന്റെ ഭർത്താവിനോട് തന്നെ ചോദിച്ചു നോക്ക്. ഈ സാറ് ക്ഷണിച്ചിട്ടാണ് ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് വന്നത്. എന്നെ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ അത് ഈ CKC സാറ് പറയട്ടെ. എന്നെ ക്ഷണിച്ചിട്ടില്ലെന്ന് CKC പറയുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. അങ്ങളെ ഇറങ്ങി പോവാൻ പറ ഇവളോട്. എന്താ CKC ഇത്? എന്തിനാ നിങ്ങൾ ഇന്നിങ്ങനെ പരുങ്ങുന്നേ? നിങ്ങളാണോ ഇവിടെ ഫംഗ്ഷനിലേക്ക് വിളിച്ചത്?